ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 78ാമത് സ്വാതന്ത്ര്യദിനം പ്രൗഢോജ്വലമായി ആഘോഷിച്ച് രാഷ്ട്രം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. വിവിധ സേനകളുടെ ഗാർഡ് ഓഫ് ഓണറും പ്രധാനമന്ത്രി സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. കേന്ദ്രമന്ത്രിമാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാരീസ് ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾ, കർഷകർ, വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തുടങ്ങി 6000 അതിഥികൾ ചുവപ്പുകോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. രാജ്യത്ത് മതേതര സിവിൽ കോഡ് അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ സ്വാതന്ത്ര്യദിന അഭിസംബോധന നടത്തുകയായിരുന്നു അദ്ദേഹം. 140 കോടി ജനങ്ങൾ ദൃഢനിശ്ചയത്തോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് 2047 വികസിത ഭാരതമെന്ന സ്വപ്നം കൈവരിക്കാനാകുമെന്നും ശ്രീ മോദി പറഞ്ഞു. അടുത്തിടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ അദ്ദേഹം രാജ്യം ദുരിതബാധിതരോടൊപ്പമുണ്ടെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്തും പ്രൗഢമായ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളാണ് നടന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. ഒരുമയും ഐക്യവും ഊട്ടിയുറപ്പിച്ച് നവകേരള നിർമ്മിതിയിൽ മുന്നേറാനാകണമെന്ന് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ വിവിധ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിച്ചു. ലക്ഷദ്വീപിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അട്ടാരി വാഗ അതിർത്തിയിൽ വിപുലമായ ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങ് നടന്നു. 78ാം സ്വാതന്ത്ര്യദിനത്തിൽ പതിവിലും പ്രൗഢമായ ചടങ്ങ് കാണാൻ നിരവധി പേരാണ് എത്തിയത്. ഇന്ത്യൻ അതിർത്തിയിലെ 1ാം കാവൽ നിരയായ BSFന്റെ കായികക്ഷമതയും പരിശീലന മികവും തെളിവാക്കുന്നതായിരുന്നു ചടങ്ങ്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. മനു ഭാകർ, നീരജ് ചോപ്ര, സ്വപ്നിൽ കുസാലെ, ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം, സരബ്ജോത് സിംഗ് എന്നിവർ തങ്ങളുടെ ഒളിമ്പിക് അനുഭവങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിൽ പങ്കുവച്ചു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയമാണിതെന്നും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മന്ത്രി ഇടുക്കിയിൽ പറഞ്ഞു. പശ്ചിമബംഗാളിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ അന്വേഷണം നടത്തുന്ന CBI സംഘം RG കർ മെഡിക്കൽ കോളേജിലെത്തി. വനിതാ ഡോക്ടറുടെ മാതാപിതാക്കളെയും സംഘം സന്ദർശിച്ചു. കേരളത്തിലെ ഡോക്ടർമാരും നാളെ സംസ്ഥാന വ്യാപകമായി സമരം നടത്തും. PG ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും OP ഡ്യൂട്ടിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിക്കുമെന്ന് KGMOA അറിയിച്ചു. എന്നാൽ അത്യാഹിത വിഭാഗങ്ങളിൽ സേവനമുണ്ടാകും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തിരച്ചിൽ തുടരുമെന്ന് മന്ത്രി K രാജൻ. ദുരന്തത്തിൽ ഉൾപ്പെട്ട 118 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മണ്ണടിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി തിരച്ചിൽ നടത്തുക. വയനാട്ടിൽ പുഞ്ചിരിമട്ടം മുതൽ ചൂരൽ മല വരെയുള്ള പ്രദേശങ്ങളിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകത പഠിച്ച് മാനദണ്ഡങ്ങൾ നിർണയിച്ച് സുരക്ഷിത മേഖലകളും അല്ലാത്തവയും കണ്ടെത്തി സംഘം സർക്കാരിനെ അറിയിക്കും. വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവരുടെ താൽക്കാലിക പുനരധിവാസത്തിന് വീട് നൽകാൻ സന്നദ്ധരായവർ വിവരം അറിയിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഉരുൾപൊട്ടലിൽ ബാങ്കുമായി ബന്ധപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അവ ലഭ്യമാക്കാൻ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ അദാലത്ത് സംഘടിപ്പിക്കും. അറബിക്കടലിനും തെക്കൻ കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ മാസം 19 വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ISRO വികസിപ്പിച്ച ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 8ന്റെ വിക്ഷേപണം നാളെ രാവിലെ 9:17 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നടക്കും. SSLV D3 റോക്കറ്റാണ് ഉപഗ്രഹത്തെ വഹിക്കുന്നത്. മൈക്രോ സാറ്റലൈറ്റ് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുകയാണ് EOS 8ന്റെ ലക്ഷ്യം. 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് 12 മണിക്ക് മന്ത്രി സജി ചെറിയാനാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുക. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനവും നാളെ ഉണ്ടാകും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് 5 മണിക്ക് തുറക്കും. നാളെ പൂജകൾ ഉണ്ടാകില്ല. മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെ വിശേഷാൽ പൂജകൾ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.